കയറിന് മാർക്കറ്റ് കമ്പോളം സംഘടിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ അടൂർ പ്രകാശ് നടത്തിയ വിമാനയാത്ര പുതിയ വിവാദങ്ങളിലേക്കാണ് സഞ്ചരിക്കുന്നത്. വിമാനത്തിൻ്റെ ആ യാത്ര ലക്ഷ്യങ്ങളിലേക്കല്ല, മറിച്ച് വിവാദങ്ങളിലേക്കാണ് പറന്നിറങ്ങുന്നത് എന്ന വാർത്ത മംഗളം ലീഡാക്കിയിരിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്ന് AS ഉല്ലാസ് മംഗളത്തിൻ്റെ ലീഡ് വാർത്ത ഇപ്രകാരം തരുന്നു. കയർ പ്രചാരണത്തിൻ്റെ പേരിൽ വിദേശയാത്ര നടത്തിയ ഉദ്യോഗസ്ഥർ കോടികൾ ദൂർത്തടിച്ച സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം. മന്ത്രി അടൂർ പ്രകാശിലേക്ക് അത് നീങ്ങുന്നു. സംഭവം അന്വേഷിച്ച് 23-നകം റിപ്പോർട്ട് സമർപ്പിക്കാൻ തിരുവനന്തപുരം വിജിലൻസ് കോടതി നിർദ്ദേശിച്ചു. വിജിലൻസ് ഡയറക്ടർ മഹേഷ് കുമാർ സിംഗ്ലയ്ക്കാണ് അന്വേഷണ ചുമതല എന്നും ഈ വാർത്ത നമ്മോട് പറയുമ്പോൾ മംഗളത്തിൻ്റെ തന്നെ ഒന്നാം പേജിലെ മറ്റൊരു വാർത്ത ഗൗരവതരമായ പരിഗണന അറിയിക്കുന്ന വാർത്ത. ജയിലുകളിൽ കഴിയുന്ന 40% പേരും നിരപരാധികളാണ് എന്ന് സർക്കാർ തന്നെ സമ്മതിച്ചിരിക്കുന്നു. കാണുക വാർത്തയുടെ വിശദാംശങ്ങൾ. സംസ്ഥാനത്തെ ജയിലുകളിൽ കഴിയുന്ന 40% പേരും നിരപരാധികളാണ് എന്ന് സർക്കാർ. ജയിലിൽ ശിക്ഷിക്കപ്പെട്ട് കഴിയുന്ന അമ്മമാരോടൊപ്പം 2 കുട്ടികളും വിചാരണ തടവുകാരായ സ്ത്രീകളോടൊപ്പം 6 കുട്ടികളും ഉൾപ്പെടെ 8 കുട്ടികളും നിരപരാധികളായി ജയിലിൽ കഴിയുന്നു. ഇതുകൂടാതെ കേസ് നടത്താൻ സാമ്പത്തിക ശേഷിയില്ലാതെ ശിക്ഷ വാങ്ങുന്നവരും യഥാർത്ഥ കുറ്റവാളികൾക്ക് പകരം ശിക്ഷ വാങ്ങുന്ന നിരപരാധികളും ഉണ്ട് എന്നാണ് വിവരാവകാശ കമ്മീഷൻ വിവരാവകാശ നിയമം വഴി ലഭിച്ച മറുപടിയിൽ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നത്. 40% ആളുകളും നിരപരാധികളാണ് എന്നാണ് ഈ റിപ്പോർട്ട് നമ്മോട് പറയുന്നത്. ഇന്നലെ മദനിയുടെ ജാമ്യാപേക്ഷ സുപ്രീം കോടതി പരിഗണിച്ചു. ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സമയത്ത് ജാമ്യാപേക്ഷയുടെ പരിഗണന മാറ്റിവെക്കുകയും ആദ്യം രോഗനിവാരണം അതിനുശേഷം ജാമ്യം എന്ന നിലപാട് സുപ്രീം കോടതി കൈക്കൊള്ളുകയും ചെയ്തു. രോഗനിവാരണത്തിന് മെച്ചപ്പെട്ട ഒരു നിലപാടാണ് സുപ്രീം കോടതി കൈക്കൊണ്ടിരിക്കുന്നത്. മാധ്യമം എന്ന പത്രം അത് ഒന്നാം പേജിൽ തരുന്നത് കാണുക. മദനിയെ ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന് സുപ്രീം കോടതി. ജാമ്യാപേക്ഷ പിന്നീട് പരിഗണിക്കും. ബാംഗ്ലൂർ ജയിലിൽ കഴിയുന്ന അബ്ദുൽ നാസർ മദനിയെ ചികിത്സിക്കാനായി മണിപ്പാൽ ആശുപത്രിയിലേക്ക് മാറ്റാൻ സുപ്രീം കോടതി ഉത്തരവിട്ടു. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ നൽകുന്നതിനെ എതിർത്ത കർണാടക സർക്കാരിൻ്റെ വാദം കോടതി തള്ളി. ചികിത്സയുടെ ചെലവ് കർണാടക വഹിക്കുകയും വേണം. മദനിയുടെ ആരോഗ്യത്തിനാണ് പ്രഥമ പരിഗണന. എന്തെങ്കിലും കാരണത്താൽ ചികിത്സ നടത്താൻ മണിപ്പാൽ ആശുപത്രി വിസമ്മതിക്കുകയാണെങ്കിൽ ബാംഗ്ലൂരുവിൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള വിക്ടോറിയ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കണമെന്നും കോടതി ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നു. ഏതായാലും ആദ്യം ആരോഗ്യരക്ഷ, അതിനുശേഷം ജാമ്യത്തിൻ്റെ വാദം കേൾക്കാം എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ജാമ്യാപേക്ഷ ആ അർത്ഥത്തിൽ മാറ്റിവെക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയേണ്ടത്. മുന്നാറിലെ ഭൂമിയും ടാറ്റയും തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിച്ച് ഇന്നലെ ഹൈക്കോടതിയിൽ സർക്കാർ എടുത്ത നിലപാട് ജന്മഭൂമി എന്ന പത്രം ഒന്നാമത്തെ വാർത്തയാക്കിയും തരുന്നു. രാജ്യത്തിൻ്റെ പരമാധികാരം ചോദ്യം ചെയ്തുവെന്ന് സത്യവാങ്മൂലം. മൂന്നാർ ഭൂമിയിൽ ടാറ്റയ്ക്ക് അവകാശമില്ല എന്ന് സർക്കാർ. വിദേശ കമ്പനി എസ്റ്റേറ്റുകൾ കൈമാറിയത് സർക്കാർ അനുമതി കൂടാതെ. തട്ടിപ്പിലൂടെ കയ്യേറിയത് 97,000 ഏക്കർ ഭൂമിയാണ്. ടാറ്റയ്ക്ക് അതിൽ യാതൊരു അവകാശവുമില്ല. കൈമാറ്റം വഴി ലഭിച്ച അവകാശത്തെക്കുറിച്ചാണ് ടാറ്റ പറയുന്നതെങ്കിൽ ഈ കൈമാറ്റം തന്നെ നിയമവിരുദ്ധമാണ് എന്ന് കേരള സർക്കാർ പറഞ്ഞിരിക്കുന്നു. മൂന്നാറിലെ ഭൂമി കണ്ണൻ ദേവൻ കമ്പനി കൈമാറിയത് രാജ്യത്തിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് എന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ച കാര്യമാണ് ഈ ലീഡ് വാർത്തയിലൂടെ ജന്മഭൂമി ഇന്ന് നമ്മളെ അറിയിക്കുന്നത്. ഗോവയിലെ ചലച്ചിത്രമേളയ്ക്ക് നാളെ തുടക്കം. അതേ സംബന്ധിച്ച വാർത്താ ദേശാഭിമാനി ഇന്ത്യ ലോകം പേജിൽ ആദ്യമായി തരുന്നു. കാണുക. വഹീദ റഹ്മാന് ശതാബ്ദി പുരസ്കാരം. ഗോവൻ ചലച്ചിത്രമേളയ്ക്ക് നാളെ തുടക്കം. ഗിരീഷ് ബാലകൃഷ്ണൻ ആ വാർത്ത ഗോവയിൽ നിന്ന് പാനാജിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. 100 വർഷം പിന്നിടുന്ന ഇന്ത്യൻ സിനിമയിലെ പ്രതിഭകൾക്ക് പ്രണാമമർപ്പിച്ച് ഇന്ത്യയുടെ 44ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേള സ്ഥിരം വേദിയായ ഗോവയിലെ പാനാജിയിൽ ബുധനാഴ്ച തുടങ്ങും. മോദിയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള വാക്പയറ്റ് മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ മോദിയുടെ മന്ത്രം പഴയതുമാതിരി ഏൽക്കും എന്ന് BJP പോലും കരുതുന്നില്ല എന്ന നിലയ്ക്ക് ദേശാഭിമാനി അതേ പേജിൽ ഒരു വാർത്ത തരുന്നു. മോഡി മന്ത്രം വിലപ്പോകുന്നില്ല. നരേന്ദ്രമോദിയെ മാത്രം മുന്നിൽ നിർത്തിയുള്ള BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം പിഴയ്ക്കുന്നു. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ BJP തുടക്കത്തിലുണ്ടായിരുന്ന ആത്മവിശ്വാസം നഷ്ടമായി. BJPക്ക് ഛത്തീസ്ഗഡിൽ മത്സരം കടുത്തു. ദില്ലിയിൽ ഭരണവിരുദ്ധ വോട്ടുകൾ ആം ആദ്മി പാർട്ടി പിടിച്ചാൽ BJPയുടെ നില പരുങ്ങലിലാകും. മധ്യപ്രദേശിൽ BJP ജയിച്ചാലും അദ്വാനിയുടെ അടുപ്പക്കാരനായ ശിവരാജ് സിംഗ് ചൗഹാൻ്റെ അക്കൗണ്ടിൽ അത് പോകും. മിസോറാമിൽ BJPക്ക് ഒന്നും പ്രതീക്ഷിക്കാനുമില്ല എന്ന നിലയ്ക്കാണ് ഇതേ സംബന്ധിച്ച മോഡി മന്ത്രം വിലപ്പോകുമെന്ന് കരുതിയതുപോലെ ഒരു വിൽപ്പന ചരക്കായി മാറുന്നില്ല. BJPക്ക് അതിൽ ആശങ്കയുണ്ട് എന്ന് ഈ വാർത്ത നമ്മോട് പറയുന്നത്.
കോർപ്പറേറ്റുകൾക്ക് 1,00,000 കോടി രൂപ സമ്മാനം സർക്കാർ നൽകിയ വാർത്തയും അതേ പേജിൽ ദേശാഭിമാനി തരുന്നു. കോർപ്പറേറ്റുകളുടെ 1,00,000 കോടി കടം ബാങ്കുകൾ എഴുതി തള്ളി. 14 വർഷത്തിനിടെ രാജ്യത്തെ ബാങ്കുകൾ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി എഴുതി തള്ളിയത് 1,00,000 കോടി രൂപ വായ്പ. കേന്ദ്ര സർക്കാർ കാർഷിക കടമായി എഴുതി തള്ളിയതിൻ്റെ 10 മടങ്ങാണ് കോർപ്പറേറ്റുകൾക്ക് സമ്മാനമായി നൽകിയത് എന്നും ഈ വാർത്ത നമ്മോട് പറയുന്നു. ഇന്നലെ മലയാള മനോരമയുടെ ഒന്നാം പുറത്ത് മാർട്ടിൻ്റെ 2ാം വരവിനെ സംബന്ധിച്ച വാർത്തയുണ്ടായിരുന്നു. മനോരമയാണ് ആ വാർത്ത ആദ്യമായി ബ്രേക്കിംഗ് ന്യൂസാക്കി നമുക്ക് പത്രത്താളുകളിൽ എത്തിച്ചത്. ഇന്നും അതിൻ്റെ തുടർ വാർത്ത മനോരമ തരുന്നത് കാണുക. മാർട്ടിൻ വീണ്ടും വന്നത് സിക്കിം ഭൂട്ടാൻ സർക്കാരുകളെ പറ്റിച്ച കമ്പനിയുമായി. ജി വിനോദ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെ: നാഗാലാൻഡ് ലോട്ടറി വിൽപ്പനയ്ക്കായി സാന്റിയാഗോ മാർട്ടിൻ കേരള സർക്കാരിനെ സമീപിച്ചത് ഫ്യൂച്ചർ ഗെയിമിംഗ് സൊല്യൂഷൻ ഇന്ത്യ എന്ന തട്ടിപ്പ് കമ്പനിയുടെ പേരിൽ. അത് കയ്യോടെ പിടിച്ച് പത്രം വാർത്തയാക്കി. ആ വാർത്ത ഉദ്യോഗസ്ഥന്മാരുടെയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ആളുകളുടെയും ശ്രദ്ധയിലെത്തുകയും നടപടികൾ സ്വീകരിക്കപ്പെടുകയും ചെയ്തു. ലോട്ടറി ലൈസൻസ് റദ്ദാക്കുമെന്ന് പാലക്കാട് നഗരസഭാ ചെയർമാൻ. സാന്റിയാഗോ മാർട്ടിൻ്റെ ലോട്ടറി വിൽപ്പന സ്ഥാപനത്തിന് നഗരസഭ നൽകിയ ലൈസൻസ് റദ്ദാക്കാനുള്ള നടപടി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുമാത്രമല്ല, ലൈസൻസ് നൽകിയ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ അന്വേഷണം. ലൈസൻസിന് വേണ്ടി വാദിച്ച BJP കൗൺസിലറുടെ പേരിലും BJP നടപടിയിലേക്ക് നീങ്ങുന്നു എന്ന നിലയ്ക്കുള്ള വാർത്തകൾ ഇന്ന് നമ്മെ തേടി വരുന്നുണ്ട്. വിദേശ ഫണ്ടിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കോടതി നിർദ്ദേശം. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ കോൺഗ്രസ് BJP വിദേശ ഫണ്ട് പൊതു താൽപ്പര്യ ഹർജിയായി പരിഗണിക്കാം എന്ന കോടതിയുടെ നിലപാട് ജനയുഗം അവസാനപുറ വാർത്തയാക്കി തന്നിരിക്കുന്നു. കോൺഗ്രസിനും BJPക്കും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കും ലഭിക്കുന്ന വിദേശ ഫണ്ടുകൾ പൊതു താൽപ്പര്യ വിഷയമാണെന്നും അക്കാരണത്താൽ വിദേശ ഫണ്ട് സംബന്ധിച്ച പരാതി പൊതു താൽപ്പര്യ ഹർജിയായി പരിഗണിക്കണമെന്ന് അലഹബാദ് ഹൈക്കോടതി ലക്നൗ ബെഞ്ച് നിരീക്ഷിച്ച കാര്യമാണ് ഈ വാർത്തയിൽ ജനയുഗം നമ്മോട് പറയുന്നത്. ഇനി ഇന്നത്തെ മുഖലേഖനങ്ങൾ. വലിയ വർത്തമാനം പറയുമെങ്കിലും നരേന്ദ്രമോദിക്ക് വലിയ ചരിത്രബോധമൊന്നുമില്ല എന്ന് തുടരെ അദ്ദേഹം നടത്തുന്ന പ്രസംഗത്തിൻ്റെ ഒരു വീഴ്ച നമ്മോട് പറയുന്നുണ്ട്. അതിനാൽ BJPയുടെ പഴയ രൂപമായ ജനസംഘത്തിൻ്റെ സ്ഥാപക നേതാവ് ശ്യാമപ്രസാദ് മുഖർജിയെക്കുറിച്ച് പോലും അദ്ദേഹം വങ്കത്വം വിളമ്പിക്കഴിഞ്ഞു. ഏതായാലും മോഡി ഒരു ചരിത്രാന്വേഷണത്തിന് നിമിത്തമായി എന്ന് പറയാതെ വയ്യ. കുൽദീപ് നയ്യാറുടെ ഒരു ലേഖനം ഇന്ന് മാധ്യമം എന്ന പത്രത്തിൻ്റെ എഡിറ്റോറിയൽ പേജിലുണ്ട്. ആ ലേഖനം ഇങ്ങനെയാണ്: നെഹ്റുവും പട്ടേലും ഒരു പുതിയ ചരിത്ര അന്വേഷണമാണ് നടക്കുന്നത് വരികൾക്കിടയിലൂടെ എന്ന് തൻ്റെ പങ്ക്തിയിൽ അദ്ദേഹം എഴുതുന്നത് കാണുക. ജവഹർലാൽ നെഹ്റുവിൻ്റെ സ്ഥാനത്ത് സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു പ്രധാനമന്ത്രിയെങ്കിൽ ഇന്ത്യയുടെ താൽപ്പര്യങ്ങൾ കൂടുതൽ സംരക്ഷിക്കപ്പെടുമായിരുന്നു. 2014 പൊതു തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന BJP നേതാവ് നരേന്ദ്രമോദിയാണ് ഈ യൂഹ സാധ്യത മുന്നോട്ട് വെച്ചത്. അതാണ് മോഡി, ഗാന്ധി, നെഹ്റു തുടങ്ങിയവരെ പട്ടേൽ, ഗാന്ധി, നെഹ്റു തുടങ്ങിയവരെ സംബന്ധിച്ച പുതിയ ഒരു ചരിത്ര വിലയിരുത്തൽ അനിവാര്യമായിരിക്കുന്നത്. അതേ സംബന്ധിച്ച് കുൽദീപ് നയ്യാർ എഴുതുന്നത് ഇങ്ങനെ: ഗാന്ധിജിയും പട്ടേലും ഒരേ സംസ്ഥാനത്തു നിന്നുള്ളവരായിരുന്നു. ഗുജറാത്ത്. അവർ ഒരേ ഭക്ഷണം കഴിച്ചു. സംസ്ഥാനത്തിൻ്റെ പാരമ്പര്യത്തെ പല രീതിയിലും പ്രദാനം ചെയ്യുകയും ചെയ്തു. എന്നിട്ടും പട്ടേലിന് പകരം ഗാന്ധിജി തിരഞ്ഞെടുത്തത് നെഹ്റുവിനെയാണ്. നെഹ്റു സ്വപ്നം കാണുന്നത് പോലും ഇംഗ്ലീഷിലാണെന്നും ലോകകാര്യങ്ങളിൽ തൽപരനാണെന്നും ഗാന്ധിജി അറിഞ്ഞു. ഹിന്ദു മുസ്ലിം ഐക്യമെന്ന തൻ്റെ തത്വചിന്ത നെഹ്റു കൂടുതൽ വിശ്വസ്തയോടെ വ്യാഖ്യാനിക്കുമെന്നും ഗാന്ധിജി മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഗാന്ധിജി നെഹ്റുവിനെ തിരഞ്ഞെടുത്തത് എന്നാണ് കുൽദീപ് നയ്യാർ ഈ ലേഖനത്തിൽ പറയുന്നത്. ഇനി ഇന്നത്തെ കാർട്ടൂൺ. ഭാരതരത്ന പുരസ്കാരം ആദ്യമായി ഒരു കായിക താരത്തിന് സച്ചിൻ ടെണ്ടുൽക്കർക്ക് അവസാന നിമിഷം പ്രഖ്യാപിക്കപ്പെട്ടു. അതാദ്യം ഇന്ത്യ കൈയടിച്ച് സ്വീകരിച്ചെങ്കിലും പിന്നെ അത് പുതിയ പ്രശ്നങ്ങൾ ഉളവാക്കി. പഴയ കായിക പ്രതിഭയായ ധ്യാൻചന്ദിന് നൽകിയില്ല, വല്ലഭായ് പട്ടേലിന് നൽകിയില്ല, വാജ്പേയിക്ക് നൽകിയില്ല ഇവരെ ആരെയും പരിഗണിച്ചില്ല. ഇനി നമുക്ക് ഈ കാർട്ടൂൺ ഒന്ന് കാണാം. ഭാരതരത്ന നിർദ്ദേശങ്ങളുടെ കടലാസ് കൂമ്പാരത്തിൽ മുങ്ങി തപ്പുകയാണ് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്. ഒരു അഭ്യർത്ഥന കൂടി വരുന്നു എന്ന് അദ്ദേഹം ആത്മകഥം ചെയ്യുന്ന കാർട്ടൂൺ കേശവ് ഹിന്ദുവിൽ തന്നിരിക്കുന്നു. ഇനി ഇന്നത്തെ ചിത്രം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത അനന്തശയന വിഗ്രഹമാണ്. 3 അഴിവാതിലൂടെ കണ്ടശമാത്രം കാണാവുന്ന ഭീമാകാരമായ വിഗ്രഹമാണത്. നമുക്ക് ഈ ചിത്രം ഒന്ന് കാണാം. ഇതും അനന്തശയന വിഗ്രഹം തന്നെ.
പക്ഷേ കല്ലിലല്ല, മറിച്ച് ഫൈബറിലാണ് ഇത് തീർത്തിരിക്കുന്നത് എന്ന് മാത്രം. ലക്ഷദ്വീപ ഉത്സവം പ്രമാണിച്ച് തയ്യാറാക്കിയ ഈ വിഗ്രഹ ദൃശ്യം ബി ജയചന്ദ്രൻ പകർത്തി മെട്രോ മനോരമയാണ് നമുക്ക് തന്നിരിക്കുന്ന വർത്തമാനം സമാപിക്കുകയാണ്. ഹാവ് എ നൈസ് ഡേ. ഗുഡ് ബൈ.